ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ചട്നി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിൻറ്റ് യോഗർട്ട് ചട്നിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പുതിനയും തൈരും നാരങ്ങയുമാണ്. ഇത് മൂന്നും നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ പുതിനയുടെ ടേസ്റ്റ് എല്ലാവർക്കും തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഈ മിൻറ്റിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും. പക്ഷെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മിൻറ്റിൻ്റെ ടേസ്റ്റിനേക്കാൾ നമുക്കതിൻ്റെ ഗുണങ്ങളാണ് ഏറ്റവും നല്ലതായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ ഫുഡിലൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കാം, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ 1 കപ്പാണ് പുതിനയില എടുത്തിരിക്കുന്നത്. ഒരുപാട് ചട്നി വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും, ഒരു 3 വെളുത്തുള്ളി, റോസ്റ്റഡ് പീനട്ട് ഞാൻ വീട്ടിൽ തന്നെ വറുത്തെടുത്തേക്കുന്നതാണ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇപ്പോൾ 1 കപ്പ് പുതിനയിലക്കാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തേക്കുന്നത്. ഒരു 1/2 കപ്പ് യോഗർട്ട് പുളി ഇല്ലാത്തതാണ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, പഞ്ചസാര വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്, ഞാൻ ഇവിടെ 2 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇത് അരച്ച് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ള് മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി അടുത്തത് 1/4 ടീസ്പൂൺ നല്ല ജീരകം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. അടുത്തത് പച്ചമുളക്, അതും നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക്. ഇതിലേക്ക് ചട്നി അരയാൻ പാകത്തിന് നമുക്ക് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചട്നിയേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പീനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചുകൂടി തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പിൻ്റെ മുകളിൽ ഒരു 3/4 കപ്പോളം തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ചമ്മന്തി ലൂസായിട്ടല്ല നമ്മൾ എടുക്കുന്നത്, നല്ല തിക്കായിട്ട് തന്നെ എടുക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. വെള്ളമൊന്നും ഇതിലൊട്ടും ചേർക്കണില്ല, ഒള്ളി യോഗർട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹെൽത്തിനൊക്കെ നല്ല ഗുണമുള്ളൊരു ചട്നി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ കഴിക്കാതിരിക്കരുത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.